സ്ലേറ്റിൽ 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 3 സോഫ്റ്റ്വെയറുകളെ പറ്റി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെല്ലേറിയത്തിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് QGIS ക്വാണ്ടം GIS എന്ന് പറയുന്ന ഭൂവിവര വ്യവസ്ഥാ സോഫ്റ്റ്വെയർ അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടുള്ള QGIS എന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഇതിലൂടെ നമുക്ക് ചെയ്തിട്ട് ഇതിലെ പ്രാക്ടിക്കൽ ഒന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് QGIS ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ഷോ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ സെർച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ QGISഉം സെർച്ച് ചെയ്തെടുക്കുക. Q എന്നടിക്കുമ്പോൾ തന്നെ QGIS വരുന്നുണ്ട്. QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ QGIS ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് QGIS എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കേരളത്തിൻ്റെ ഒരു ഭൂപടം ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാനാണ് പോകുന്നത്. നമുക്ക് ഓൾറെഡി കേരളത്തിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നത് പോലെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോവുക. ഷോ ആപ്ലിക്കേഷൻസിൽ നിന്ന് Q എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ QGIS ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ കിട്ടുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. QGIS ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതേപോലെയാണ് കിട്ടുക. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് കേരളത്തിൻ്റെ ഒരു മാപ്പ്, ഒരു ഭൂപടം ഓൾറെഡി തന്നിട്ടുണ്ട്. ആ ഒരു ഭൂപടത്തിനെ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഫയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിലേക്ക് പോവാം. പ്രൊജക്റ്റിൽ ഓപ്പൺ എന്ന് കാണാം. പ്രൊജക്റ്റിൽ ഓപ്പൺ ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫോൾഡർ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഹോമിനകത്ത് സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്ത് ക്ലാസ് 10 എന്ന ഫോൾഡറിനകത്ത് QGIS എന്ന ഫോൾഡറിനകത്ത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് kerala.qgis എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. ഇത് നമ്മുടെ QGIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫയലാണ്. അതുകൊണ്ടാണ് QGIS എന്ന ആ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഈ രീതിയിലുള്ള ഒരു പ്രൊജക്ട് ഫയൽ തന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണ് പറയാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫയൽ തരും. ഇത് ഇതേപോലെ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഓപ്പൺ ഉണ്ട്, ഈ ഓപ്പൺ കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ ഭൂപടം, കേരളത്തിൻ്റെ മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരളത്തിൻ്റെ ഈ ഒരു മാപ്പിലേക്ക് കേരളത്തിൽ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓൾറെഡി നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഒരു ഫയലിൽ തന്നിട്ടുണ്ട്. ആ ഫയലിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസിനെ നമ്മൾ ഇങ്ങോട്ടേക്കൊരു ലെയർ ആയിട്ട് ആഡ് ചെയ്യും. ഇവിടെ കാണുന്നതാണ് ലെയേഴ്സ് പാനൽ. ഇവിടെ നമ്മുടെ കേരള എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഈ ലെയറിന്റെ സൈഡിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഇതിൽ ഈ ഒരു ടിക്ക് അങ്ങോട്ടേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കേരളത്തിന് അവിടെ കാണാൻ പറ്റൂല. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയർ തിരിച്ചു വരും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, കാരണം ചിലപ്പോൾ ചില ലെയർ ഹൈഡ് ചെയ്യാനൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാൻഡ് സ്ലൈഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഒരു പുതിയ ലെയർ ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഒരു CSV ഫയലാണ്. ലെയറിലേക്ക് വരിക. ലെയറിൽ ക്രിയേറ്റ് ലെയറും ഉണ്ട്, ആഡ് ലെയറും ഉണ്ട്. ആഡ് ലെയറിലേക്ക് വരിക. ആഡ് ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ആഡ് ലെയേഴ്സ്, ആഡ് വെക്ടർ ലെയർ, ആഡ് റാസ്റ്റർ ലെയർ, അങ്ങനെ കുറേ കാണാം. അതിൽ ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്ന് കാണാം. ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ, അതിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ഫയൽ നെയിം എന്നതിൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബട്ടൺ ഉണ്ട്, ബ്രൗസ് എന്നാണ് ആ ഒരു ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ CSV ഫയൽ ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇല്ല എങ്കിൽ ഹോമിലേക്ക് വരിക. ഹോമിൽ സ്കൂൾ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ക്ലാസ് 10 എന്ന ഫോൾഡറിനകത്ത് QGIS എന്ന ഫോൾഡറിനകത്ത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കേരള ലാൻഡ് സ്ലൈഡ്സ്.csv എന്ന ഫയൽ കാണാം. ഈ ഒരു CSV ഫയലിൻ്റെ അകത്ത് കുറേ ഡാറ്റാസ് ഉണ്ട്. ഇതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ പാത്ത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ലെയർ നെയിം ഇവിടെ ഉണ്ടാവും, കേരള സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഫയൽ ഫോർമാറ്റ് CSV ആണ് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഇവിടെ CSV തന്നെ അല്ലേ വന്നിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. കൊമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ജിയോമെട്രി ഡെഫിനിഷൻ എന്ന സ്ഥലത്ത് പോയിന്റ് കോർഡിനേറ്റ്സ് എന്നത് എന്നിൽ ചൂസ് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ എക്സ് ഫീൽഡിൻ്റെ എടുക്കുക ലോഞ്ചിറ്റ്യൂഡ് എന്നും വൈ ഫീൽഡിൻ്റെ എടുക്കുക ലാറ്റിറ്റ്യൂഡും അല്ലേ ഉള്ളത് എന്നും ഒന്ന് നോക്കി വെക്കുക. പിന്നെ ജിയോമെട്രി CRS എന്ന സ്ഥലത്ത് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ ഒരു ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, താഴെ ആഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ആഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ഒരു വിൻഡോ നമുക്ക് വേണ്ട, ഇത് ക്ലോസ് ചെയ്യാം.
ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ പുതിയൊരു ലെയർ ആഡ് ആയിട്ടുണ്ട്, കേരള ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ലെയർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ 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 ഡോട്ട്സ്, ചെറിയ ചെറിയ കുത്തുകൾ കാണാം. അതായത് ലാൻഡ് സ്ലൈഡ്സ് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണത്. ഇനി നമുക്ക് ഈ ഓരോ സ്ഥലത്ത് നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂൾ യൂസ് ചെയ്യണം. ആ ഒരു ടൂളാണ് ഇതാ ഇവിടെ കാണുന്ന ഐഡന്റിഫൈ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ടൂള്. ഈ ടൂളിന്റെ പേരൊന്ന് നോട്ട് ചെയ്യണം, കാരണം ചിലപ്പോൾ ഈ ഒരു ടൂളിന്റെ ചിത്രം, ഈ ഒരു ഐക്കൺ മാത്രം തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് എന്ത് ടൂളാണ് എന്നുള്ളത്. ഐഡന്റിഫൈ ഫീച്ചേഴ്സ്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ, ഞാനിപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ക്ലിയർ? അവിടെ കൃത്യമായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടൈറ്റിൽ, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസ്, വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ആ ഒരു CSV ഫയലിൽ ഡാറ്റാസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊരു ലെയർ ആയിട്ട് ഈ രീതിയിൽ ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഈ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പൊ ഞാൻ ഓരോ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ സ്ഥലത്ത് നടന്നിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കിട്ടുന്നത്. എന്നാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ലെയറിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് ഒരു ടേബിൾ രൂപത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ടേബിൾ രൂപത്തിൽ നമുക്ക് കിട്ടാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയറിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നുണ്ടാവും. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ കണ്ടില്ലേ, ആ ഒരു ലെയറിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതാ ടേബിൾ പോലെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതാ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു ടേബിൾ പോലെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഇവിടെ ആയാലും ആ ഡീറ്റെയിൽസ് തന്നെയാണ് ഉള്ളത്. എന്നാൽ കുറച്ചും കൂടി ടേബിൾ രൂപത്തിൽ കാണാൻ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ടേബിൾ വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒരു പ്രൊജക്ട് ഫയൽ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ഒരു മാപ്പിന്റെ ഒരു ഫയൽ നിങ്ങൾക്ക് തന്നിട്ട് അതെങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലേക്ക് ഒരു CSV ഫയൽ ലെയർ ആയിട്ട് എങ്ങനെ ആഡ് ചെയ്യാം, എന്നിട്ട് അതിലുള്ള ഡാറ്റാസ് ഇങ്ങനെ ഓരോന്നിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിൽ ഓരോന്നിലെ ഡീറ്റെയിൽസും കാണാം. അതേപോലെ ആഡ് ചെയ്തിട്ടുള്ള ലെയറിലെ മുഴുവൻ ഡീറ്റെയിൽസും ഒരു ടേബിൾ രൂപത്തിൽ കാണാൻ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മളിനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരു പ്രദേശത്തിന്റെ ചെരിവിന്റെ വിശദാംശങ്ങൾ, ഒരു പ്രദേശത്തിന്റെ സ്ലോപ്പിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു QGIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് വയനാട് എന്ന ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു DEM ഡാറ്റ വേണം. എന്താണ് DEM ഡാറ്റ? DEM ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ എലവേഷൻ മോഡൽ. തിയറിയിൽ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ. ഡിജിറ്റൽ എലവേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിജിറ്റൽ എലവേഷൻ മോഡൽ ഈസ് എ 3D ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ representing the elevation of a planet, a region of the earth or objects on its surface. DEMs are used in geographic information systems. ഒരു ഗ്രഹത്തിന്റെയോ ഭൂപ്രദേശത്തിന്റെയോ ഉപരിതലത്തിലുള്ള വസ്തുക്കളുടെയോ ഉയർച്ചയെ പ്രതിനിധീകരിക്കുന്ന ഡാറ്റയുടെ 3D ഗ്രാഫിക്സ് പ്രതിനിധാനമാണ് ഡിജിറ്റൽ എലവേഷൻ മോഡൽ. ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനങ്ങളിൽ DEMകൾ ഉപയോഗിക്കാറുണ്ട്. ഡെഫിനേഷനൊക്കെ കണ്ടിട്ട് പേടിക്കണ്ട, ഇതൊരു 3D ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് എന്തായാലും അത് നമ്മുടെ QGISലേക്ക് ഒരു ലെയർ ആയിട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ നേരെ QGIS ഓപ്പൺ ചെയ്യുന്നതാണ്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക, എന്നിട്ട് നേരത്തെ ഒക്കെ നമ്മൾ എടുത്ത പോലെ QGIS സെർച്ച് ചെയ്തെടുക്കുക. QGIS ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു പ്രൊജക്ട് ഫയൽ ഓപ്പൺ ചെയ്തെടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളായിട്ട് തന്നെ ഒരു പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രൊജക്റ്റിൽ ന്യൂ കൊടുക്കുക. പ്രൊജക്റ്റിൽ ന്യൂ കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ വിൻഡോ കിട്ടിയിട്ടുണ്ട്. അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ് എന്ന് ഇവിടെ കാണാം. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മളൊരു പുതിയ ലെയർ ആഡ് ചെയ്യാണ്. ലെയർ ആഡ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി വയനാട് എന്ന ഡിസ്ട്രിക്റ്റിന്റെ, വയനാട് എന്ന ജില്ലേന്റെ ഒരു DEM ഡാറ്റ, ഒരു 3D ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതിന്റെ ഉയർച്ചകളൊക്കെയുള്ള ഒരു 3D ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊരു ലെയർ ആയിട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഒരു റാസ്റ്റർ ഇമേജ് ഫയലായിട്ടാണ് നമുക്കത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ലെയറിലേക്ക് വരിക. ലെയറിൽ ആഡ് ലെയറിലേക്ക് വരിക. ആഡ് ലെയറിൽ ആഡ് റാസ്റ്റർ ലെയർ എന്ന് കാണാം. നമുക്ക് തന്നിട്ടുള്ളത് ഒരു റാസ്റ്റർ ഇമേജ് ആണ്. ഞാനിവിടെ ആഡ് റാസ്റ്റർ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സോഴ്സ് ടൈപ്പ് ഉണ്ട്. സോഴ്സ് ടൈപ്പ് ഫയൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക.
എന്നിട്ട് ഇവിടെ സോഴ്സ് എന്ന സ്ഥലത്ത് ഇങ്ങോട്ട് വന്നാൽ ഒരു 3 ഡോട്ട് കാണാൻ ചെറിയൊരു ബട്ടൺ ഉണ്ട്, ബ്രൗസ് എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആവശ്യമായുള്ള ആ ഒരു ഫയൽ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റും. ഞാനിവിടെ നമ്മുടെ ഹോമിൻ്റെ അകത്ത് സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലെ ക്ലാസ് 10 എന്ന ഫോൾഡറിലെ ക്യൂജിസ് എന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ഇത്തരത്തിലുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ചോദ്യത്തിൽ ഉണ്ടാവും. ആ ഒരു ഫോൾഡറിലേക്ക് വരിക. ഇവിടെയായിട്ട് DEM wayanad.tif എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം. അതൊരു ഇമേജ് ഫയലാണ്, ഒരു റാസ്റ്റർ ഇമേജ് ഫയലാണ്. അതൊന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ പാത്ത് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി. ഇനി ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം കാണാം ഇവിടെ പുതിയൊരു ലെയർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ എലവേഷൻ മോഡൽ, വയനാട് ഡിസ്ട്രിക്റ്റിൻ്റെ ആണിത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൽ ചെരിവുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. നേരെ പ്രോസസ്സിങ്ങിലേക്ക് വരിക. അതിൽ ടൂൾ ബോക്സ് എന്ന് കാണാം, ടൂൾ ബോക്സ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രോസസ്സിംഗ് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊരു വിൻഡോ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൂൾ ബോക്സിൻ്റെ അകത്ത്, പ്രോസസ്സിംഗ് ടൂൾ ബോക്സിൻ്റെ അകത്ത് താഴെ വന്നു കഴിഞ്ഞാൽ GDAL എന്നിങ്ങനെ കാണാം. ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് റാസ്റ്റർ അനാലിസിസ് എന്ന് കാണാം, റാസ്റ്റർ അനാലിസിസ്. അതിൻ്റെ സൈഡിൽ ട്രയാങ്കിളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് താഴോട്ട് വന്നാൽ ഇവിടെ സ്ലോപ്പ് എന്ന് എഴുതിയിട്ട് കാണാം. സ്ലോപ്പ് എന്ന സ്ഥലത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ, ഇവിടെ സ്ലോപ്പ് എന്ന പേരിൽ ഒരു വിൻഡോ കിട്ടും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ആ ഒരു വിൻഡോയിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ലെയർ തന്നെയല്ലേ വന്നിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ ഇവിടെ റേഷ്യോ ഓഫ് വേർട്ടിക്കൽ യൂണിറ്റ്സ് ടു ഹൊറിസോണ്ടൽ എന്ന ഈ ഒരു സ്ഥലത്ത് 1 തന്നെയല്ലേ, അതായത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് അവിടെ 1 കൊടുക്കണം എന്നുള്ളത്. ആ ഒരു റേഷ്യോ ഓഫ് വേർട്ടിക്കൽ യൂണിറ്റ്സ് ടു ഹൊറിസോണ്ടൽ എന്ന സ്ഥലത്ത് 1 തന്നെ കൊടുക്കാം. ഇനി കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ സ്ലോപ്പ് എന്ന സ്ഥലത്ത് ഇവിടെയായിട്ട് ചെറിയൊരു 3 ഡോട്ട് ഉണ്ട്. അതായത് നമുക്കിത് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻസ് ഉണ്ട്, സേവ് ടു എ ടെമ്പററി ഫയൽ, സേവ് ടു ഫയൽ. അതിൽ സേവ് ടു ഫയൽ എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. എവിടെ ഇത് സേവ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. നമുക്കൊരു ഫോൾഡർ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം തൽക്കാലം പിക്ചേഴ്സ് എന്ന ഫോൾഡറാണ് ചൂസ് ചെയ്യുന്നത്, പിക്ചേഴ്സ്. ഓക്കെ, തൽക്കാലം ഞാൻ പിക്ചേഴ്സ് എടുക്കുന്നു. നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു പേര് കൊടുക്കുക. സ്ലോപ്പ് എന്ന പേരാണ് ഞാനിവിടെ കൊടുത്തത്. ക്ലിയർ? സ്ലോപ്പ് എന്ന പേര് കൊടുത്തു, സേവ് കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യാനില്ല, ജസ്റ്റ് റണ്ണ് കൊടുക്കുക. റൺ എന്ന ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ വേണ്ട, ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ കൃത്യമായിട്ട് സ്ലോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ മനസ്സിലാവാത്തതിൻ്റെ റീസൺ അതൊക്കെ ഒരു ഒറ്റ കളർ പോലെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ സ്ലോപ്പിനെ വേറെ വേറെ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കതിനെ വേറെ വേറെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയൊരു ലെയർ വന്നിട്ടുണ്ട്, സ്ലോപ്പ് എന്നത്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ആ ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് എന്നൊരു വിൻഡോ കിട്ടും. പ്രോപ്പർട്ടീസ് ഒന്നുകിൽ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം, അല്ലെങ്കിൽ ആ ലെയറിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് പ്രോപ്പർട്ടീസ് വിൻഡോ തന്നെയാണ് കിട്ടുക. ഓക്കെ, കുറച്ച് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു എന്ന് മാത്രം. അതിൽ സിംബോളജി എന്നൊരു ടാബ് കാണാം, സിംബോളജി. ഈ സിംബോളജി എന്ന ടാബിൽ ഇനി ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനുണ്ട്. അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന സെയിം കാര്യം തന്നെയാണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ കണ്ടില്ലേ, ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ അതേപോലെ ഇവിടെ മാറ്റം വരുത്തുക. ഓക്കെ, ആദ്യം നമ്മൾ റെൻഡർ ടൈപ്പ് എന്നത് സിംഗിൾ ബാൻഡ് ഗ്രേ ആണ്. അത് മാറ്റിയിട്ട് സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ എന്നത് ചൂസ് ചെയ്യാം. സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ. ഇനി നമുക്ക് ഇവിടെ തന്നെ എടുത്ത് നോക്കിയാലേ മനസ്സിലാവും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്റർപോളേഷൻ ലീനിയർ കൊടുക്കണം. ഇന്റർപോളേഷൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും ആണ് ഉള്ളത് എങ്കിൽ അതിനെ ലീനിയർ ആക്കി കൊടുക്കുക. ക്ലിയർ? ഇനി കളർ റാമ്പ് ഉണ്ട്. കളർ റാമ്പ് എന്ന് പറയുമ്പോൾ ആ കളർ റാമ്പ് നമുക്ക് വേറെയും കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ വേറെയും കുറേ കളർ റാമ്പ് ഉണ്ട്. അതിൽ നമ്മൾ സ്പെക്ട്രൽ എന്ന് പറയുന്ന കളർ റാമ്പാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ ഇവിടെ ഇൻവേർട്ടും ഉണ്ട്, ഇൻവേർട്ട് കളർ റാമ്പും ഉണ്ട്. ക്ലിയർ? ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. അപ്പോൾ അതിൽ എന്താണോ കൃത്യമായിട്ട് പറയുന്നത് അതേപോലെ കൊടുക്കുക.
ഇനി നമുക്ക് നേരെ താഴെ വന്നാൽ മോഡ് ഉണ്ട്. മോഡ് ഇവിടെ കണ്ടിന്യൂസ് ആണുള്ളത്. ആ കണ്ടിന്യൂസ് മാറ്റിയിട്ട് ഈക്വൽ ഇൻ്റർവെൽ കൊടുക്കുക. ഈക്വൽ ഇൻ്റർവെൽ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ക്ലാസ്സസ് ഇവിടെ എനേബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടില്ലേ, ക്ലാസ്സസ് ഇവിടെ എനേബിൾ അല്ല, അത് ഡിസേബിൾ ആയിട്ടാണ് ഉള്ളത്. അത് ഈക്വൽ ഇൻ്റർവെൽ കൊടുക്കുമ്പം ക്ലാസ്സസ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിലവിൽ 5 ആണുള്ളത്. 1 2 3 4 5. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതനുസരിച്ച് നമുക്കതിനെ 11 ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒന്നിക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി 11 സെറ്റ് ചെയ്യാം. ക്ലിയർ? 11 ആക്കി. ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഇത് ഇതേപോലെ കൊടുക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള അതേ വാല്യൂ ഞാൻ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആദ്യം 0 ആണ്. അടുത്തത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 5 ആണ്. ഇവിടെ 5 എന്ന് കൊടുക്കുന്നു. അടുത്ത 10 കൊടുക്കുന്നു. താഴെ 15 കൊടുക്കുന്നു. 20 കൊടുക്കുന്നു. ഇത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എത്ര വാല്യൂസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് അതേപോലെ കൊടുക്കുന്നതാണ്. 30 40 50 60 70 ഫൈനൽ 80. ഇത്രയും കൊടുത്തു. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മളിവിടെ കളർ എന്ന് കാണാം. ഈ കൊടുത്തിരിക്കുന്ന കളറുകളായിരിക്കും നമുക്ക് അവിടെ ആ ഒരു സ്ലോപ്പിൽ ഇവിടെ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ കളർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാറ്റി കൊടുക്കാം. അതൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ 11 എണ്ണം ഉണ്ട്. അതിലൊക്കെ വേറെ വേറെ കളർ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ 0 എന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കളർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇല്ലേ, ഇവിടെ ബ്ലാക്ക് കളർ വരും. അതേപോലെ ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഇതേ കളർ വേണമെങ്കിൽ അതേ കളർ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? ഇങ്ങനെ നിങ്ങൾക്ക് വേറെ വേറെ കളർ കൊടുക്കാം. അങ്ങനെ കളറുകൾ മാറ്റി കൊടുക്കുക. കൃത്യമായിട്ട് ആ ഒരു കളറുകളിലൂടെയല്ലേ നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ ആ രീതിയിൽ കളർ കൊടുക്കുക. കളർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, താഴെ അപ്ലൈ ഉണ്ട്, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കളറിനനുസരിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, ഞാനിപ്പം ഈ രീതിയിലുള്ള കളർ കൊടുത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ കളറുകൾ മാറ്റി കൊടുക്കാം. ആ കളർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ സ്ലോപ്പുകൾ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കലാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് വേറെ കളർ കൊടുത്തിട്ട് കുറച്ചുകൂടി ഇതിനെ ഭംഗിയാക്കാം കേട്ടോ. ഓക്കെ, ഞാൻ നേരെ പ്രൊജക്റ്റിലേക്ക് പോകുന്നു. പ്രൊജക്റ്റിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ന്യൂ പ്രിന്റ് ലേഔട്ട് എന്ന് കാണാം. ന്യൂ പ്രിന്റ് ലേഔട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രിന്റ് ലേഔട്ടിന് അവിടെ ഒരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ സ്ലോപ്പ് എന്ന പേര് കൊടുക്കുന്നു. എന്താണോ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറഞ്ഞത് ആ ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ സ്ലോപ്പ് എന്ന പേര് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഐക്കൺ ഉണ്ട്, ആഡ് മാപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. അതിൽ ആഡ് മാപ്പ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങോളം വലിക്കുക. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന ആ ഒരു മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് എന്ത് ചെയ്യും, അതേപോലെ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഒരു കാര്യം അവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങളുടെ ഈ ഒരു മാപ്പ് ഇത് കുറച്ച് ഇങ്ങോട്ടാണ് എങ്കിൽ, അതായത് നമ്മൾ ആ ഒരു നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ കുറച്ച് പുറത്താണ് എങ്കിൽ, നിങ്ങൾ ഈ മാപ്പ് ഇങ്ങനെ പിടിച്ച് വലിച്ചാലും അത് കണ്ടോ മുറിഞ്ഞു പോയ പോലെ ഉണ്ടാവും. സോ എക്സാമിൻ്റെ ഇടയിൽ തെറ്റിക്കരുത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. ചിലപ്പം ടെൻഷൻ അടിച്ചിട്ട് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം കാണിച്ചു തന്നത്. അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ തന്നെ മുന്നിൽ വെക്കുക. എന്നിട്ട് എന്ത് വേണം, നമുക്ക് ഇവിടെ ആയിട്ട് ആഡ് മാപ്പ് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. കൃത്യമായിട്ട് മാപ്പ് അവിടെ വരും. അപ്പോൾ മാപ്പ് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിനൊരു പേര് കൊടുക്കാം. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇവിടെ ആയിട്ട് ആഡ് ലേബൽ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ആഡ് ലേബൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇനി നമുക്ക് അവിടെ പേര് കൊടുക്കാം. പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഭാഗത്തില്ലേ, ഈ ഒരു ഭാഗത്ത് ഐറ്റം പ്രോപ്പർട്ടീസിൽ വന്നാൽ നമുക്കിവിടെ പേര് മാറ്റി കൊടുക്കാം. ഞാനിവിടെ വയനാട് എന്ന് കൊടുക്കുന്നു, വയനാട്. അതിന് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് കൊടുക്കാം. അത് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു കളർ കൊടുത്തു. ഈ രീതിയിൽ കളർ കൊടുക്കാം. കളർ മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസിൽ തന്നെ വന്നാൽ നിങ്ങൾക്കിതാ ഇവിടെ ആയിട്ട് ഫോണ്ട് കണ്ടോ, ഈ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫോണ്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഫോണ്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ വലിപ്പം കൂട്ടണം, ഇത്ര ചെറുതാവരുത്, കുറച്ചും കൂടി വലുതാക്കണം. അതിന് ഈ ഫോണ്ടിൻ്റെ സൈഡിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫോണ്ട് സൈസ് കൂട്ടാം. ഈ രീതിയിൽ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റം വരുത്തുക. എന്നിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആഡ് ലെജൻഡ് എന്ന് കാണാം. ഇതും കൂടി പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ലെജൻഡ് കൂടി ആഡ് ചെയ്യാൻ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് ലെജൻഡിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്നിങ്ങനെ വലിക്കുക. ആ ഒരു ആഡ് ലെജൻഡും സെറ്റായി. ഇനി ഒന്നുകൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ആഡ് സ്കെയിൽ ബാർ. അതിലും കൂടി ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. സ്കെയിൽ ബാർ വേഡായി. വേറെയും കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും നമുക്ക് പഠിക്കാനുള്ളതും ഇത്രയും കാര്യങ്ങളാണ്. മാപ്പ് ആഡ് ചെയ്യുക, നമുക്ക് വേണ്ട ലേബൽ ആഡ് ചെയ്യുക, ലെജൻഡ് ആഡ് ചെയ്യുക, സ്കെയിൽ ബാർ ആഡ് ചെയ്യുക. വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇനി എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഔട്ടിൽ പോവാം. ലേഔട്ടിൽ ഇവിടെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. എക്സ്പോർട്ട് ആസ് ഇമേജ്, എക്സ്പോർട്ട് ആസ് SVG, അതേപോലെ എക്സ്പോർട്ട് ആസ് PDF. എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ ചോദ്യത്തിൽ പറഞ്ഞതിനനുസരിച്ച് സേവ് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുക്കുന്നു. ഓക്കെ, എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുക്കുന്നു. ഒരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഡെസ്ക് ടോപ്പ് ചൂസ് ചെയ്യുന്നു. നിങ്ങളുടെ ഫോൾഡർ ഏതാണോ ആ ഫോൾഡർ ചൂസ് ചെയ്യുക. ഹോമിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ ആയിരിക്കും. മിക്കവാറും എക്സാം 10 പ്രോഡക്ട്സ് എന്നോ അല്ലെങ്കിൽ എക്സാം 10 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേരിലാണ് ഉണ്ടാവുക. ഞാനിപ്പം ഡെസ്ക് ടോപ്പ് എടുക്കുന്നു. ഡെസ്ക് ടോപ്പിൽ എന്ത് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. സ്ലോപ്പ് എന്ന പേര് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. PDF ആക്കാൻ പറഞ്ഞെങ്കിൽ PDF ആക്കുക. ക്ലിയർ. ഇനി നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ സേവ് ചെയ്തൊന്ന് എടുത്ത് നോക്കാം. ഡെസ്ക് ടോപ്പ് ഇതാണ് ഡെസ്ക് ടോപ്പ്. ഇത് ഇവിടെ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മളിപ്പം ചെയ്തിട്ടുള്ള അതൊരു ചിത്ര ഫയലായിട്ട് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് QGIS പഠിക്കാനുള്ളത്. ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരിക.